പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മുടെ കപ്പിളിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബണ്ടിൽ ഓഫ് ജോയ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ്. പക്ഷേ അതൊരു ബണ്ടിൽ ഓഫ് ജോയ് ആവണമെങ്കിൽ, ഒരു സന്തോഷകരമായ ആരോഗ്യമുള്ള ഒരു കുഞ്ഞാവണമെന്നുണ്ടെങ്കിൽ ഞാൻ 20 ടിപ്സ് 20 പോയിൻ്റ് നിങ്ങൾ മസ്റ്റായിട്ട് പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് വളരെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു ബാലൻസ്ഡ് ഡയറ്റ്. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലായിരിക്കും, വണ്ണം കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഇഷ്ടമുള്ളത് കഴിക്കും, അതങ്ങ് നിർത്തുക. ആ ഡയറ്റ് ബാലൻസ്ഡ് ആയിരിക്കണം. അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടാവണം, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം, വെജിറ്റബിൾസ് ഉണ്ടാവണം, ഫ്രൂട്ട്സ് ഉണ്ടാവണം, പരിധി വരെ ഫാറ്റും ഉണ്ടാവണം. കാര്യം ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഒരു പൂർണ്ണകായനായ ഒരു ആൾ തന്നെയാണ്, അദ്ദേഹത്തിന് എല്ലാം വേണം. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് പോവുക. 2, എപ്പോഴും വെള്ളം ഒരു പ്രധാന ഘടകമാണ്. പറയപ്പെടുന്നത് 8 മുതൽ 10 ഗ്ലാസ് വെള്ളം വരെ ഒരു ദിവസം പലപ്പോഴായിട്ട് കുടിക്കും. അങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇൻഫെക്ഷൻസ് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഒഴിവാകും. ഇമ്പ്യൂരിറ്റീസ്, അതായത് യൂറിൻ വഴി നമ്മളുടെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പോവുകയും നമ്മുടെ സെൽസ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കും, റിജനുവേറ്റഡ് ആയിരിക്കും. അതും ഒരു പരിധിവരെ നിങ്ങളുടെ കുഞ്ഞിനെ സഹായിക്കും. മറ്റൊന്നുള്ളത് വിറ്റമിൻസ്. നമ്മൾ കഴിക്കുന്ന ഈ ബാലൻസ്ഡ് ഫുഡിൽ, ഫ്രൂട്ട്സിലായാലും എല്ലാത്തിലും വിറ്റമിൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ പ്രഗ്നൻസി ടൈമിൽ അത് പോരാ. അതിന് നമ്മുടെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ചില 2-3 കാര്യങ്ങൾ തരും. അതിലൊന്ന് ഫോളിക് ആസിഡാണ്, 2 അയൺ ടാബ്ലറ്റ്, 3 കാൽസ്യം. ഇതിൽ ഫോളിക് ആസിഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ബുദ്ധിയുള്ള, നല്ല ബ്രെയിനുള്ള ഒരു കുഞ്ഞിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ 3 കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, എസ്പെഷ്യലി ഫോളിക് ആസിഡ്. പിന്നുള്ളത് എക്സസൈസ്, ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ഒരു നോംസ് ഉണ്ട്, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അനങ്ങരുത്, തിരിയരുത്, പിന്നെ ഒന്നും ചെയ്യരുത്, അങ്ങനെ ഒന്നുമില്ല. മറ്റ് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 ടൈപ്പ് എക്സസൈസ് നല്ലപോലെ ചെയ്യാം. 1, നിങ്ങൾക്ക് നടക്കാം. 2, സ്വിം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ യോഗ. അടുത്ത ഒന്നാണ് നല്ല ഉറക്കം, വളരെ പ്രധാനമാണ്. കാര്യം ഈ റെസ്റ്റ് ടൈമിലുണ്ടാകുന്ന ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. മിനിമം 7 മുതൽ 9 മണിക്കൂർ വരെ നല്ല ഡീപ്പ് സ്ലീപ്പ് വേണമെന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ കുഞ്ഞിന് നല്ലതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് നിങ്ങളുടെ ടെൻഷൻ. ആവശ്യമില്ലാത്ത എന്ത് ടെൻഷൻ എടുത്താലും ബാഡ് ഹോർമോൺസ് ബോഡിയിലുണ്ടാവും. ഈ അബ്നോർമൽ ഹോർമോൺസിന് കുട്ടിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെക്കപ്പുകൾ മുടക്കരുത്. റെഗുലർ ഹെൽത്ത് ചെക്കപ്പിലൂടെ കുട്ടിയുടെ ഏത് രീതിയിലുള്ള ഗ്രോത്ത് ഡിഫക്ട്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡോക്ടറെ അടുത്ത് പോകുന്നതുകൊണ്ട് പല ഉദ്ദേശമുണ്ട്. ഒന്ന്, മരുന്നുകൾ, പിന്നെ ഇഞ്ചെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടാതെ സ്കാൻ ഉണ്ടെങ്കിൽ ആ സ്റ്റേജ് വൈസ് കറക്റ്റായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും.